ரொம்ப ടേസ്റ്റ് ഉണ്ട്. 350 കിലോമീറ്റർ താണ്ടി എന്തിനാണ് തമിഴ്നാട്ടിൽ വന്നതെന്നല്ലേ? അസ്സലാമലൈക്കും, ആരിഫോട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി. ഇഡ്ഡലി, വടാപ്പം നല്ല വടാപ്പം തിന്നോക്കെ പറയാ. വടാപ്പം വേറെന്തോ ഉണ്ട്. കാണാൻ രസമുണ്ട്. ചട്നി ഉണ്ട്. ദോ കറി ചട്നി. തിന്ന് ബായ് അണ്ണാ. ரொம்ப ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി. അങ്ങനെ ഞാനും വടാപ്പം തിന്നു നോക്കാട്ടോ. ഒരട്ടം ഡൽഹി പോയതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് അങ്ങോട്ട് പോകണം, ഫുഡ് കിട്ടാന്ന് ഉറപ്പിച്ചാട്ടോ ഞാൻ പോലെ. തമിഴ്നാട്ടിൽ ഒരു അണ്ണന്റെ റൂമിലാട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അണ്ണന്റെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നഴ്സൊക്കെ ഉണ്ടാക്കലാട്ടോ. നമുക്ക് ഇതിനുള്ള എന്ത് വേണമെങ്കിൽ തിന്നട്ടോ. നാട്ടിലൊക്കെ നിനക്ക് ഭയങ്കര വില ഉണ്ട്. ഞങ്ങൾ കിട്ടുമ്പോ മുതലാക്കാം കേട്ടോ. തേനിലിട്ട് കാരക്ക, അത്തിപ്പായം, ബദാമൊക്കെ കുട്ടിനെ തിന്നാന്ന്. അങ്ങനെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങാട്ടോ. ഓ തമിഴ്നാടൊക്കെ എന്ത് ചൂടങ്ങായിമാര്. അങ്ങനെ ഈ ബായിന്റെ കൂടെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ. രാവിലെ മീൻസ് ഉച്ചക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല മനസ്സുമാർ, നല്ല സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഫുഡൊന്നും വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ലട്ടോ. അതാണ് പ്രശ്നം. അങ്ങനെ കിട്ടിയാണ് കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഗൈസ് പോവാണെങ്കിൽ തമിഴ്നാടിന്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണടാ. ഇവിടെ ആവുമ്പോ എന്താ വെച്ചാൽ ഹെൽമെറ്റ് വേണ്ട, ഒരു വേണ്ട, ഹെൽമെറ്റ് വേണ്ട, ഒരു പ്രശ്നമില്ല. സുന്ദരായിട്ട് കണ്ടോ. ഒരു മനുഷ്യന്റെ കുട്ടി ഇടൂല. ഇങ്ങോട്ട് പോണ നോക്കിയാണ്ടോ, ആരും ഇടൂല. എന്ത് രസടാ ഇതിങ്ങനെ പോലെ. ഇതൊക്കെ കാണുമ്പോ എന്റെ 1ാം ക്ലാസ് ഓർമ്മടാ. എടാ ഈ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാളായിട്ട് കമ്പനി ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോ നല്ല രസമായിട്ടാ. 350 കിലോമീറ്റർ താണ്ടി ഞാൻ എന്തിനാണ് തമിഴ്നാട്ടിലേക്ക് പോയെന്നല്ലേ. എടാ പൈസ ഉണ്ടാക്കണ എന്ത് നമ്മൾ ചെയ്യണ്ടേ. അതെ ഈ അണ്ണന്റെ വണ്ടി ആട്ടോ. ഈ വണ്ടി കൊണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയത്. അങ്ങനെ കുറച്ച് ബസ്സിലും ട്രെയിനിലേക്ക് യാത്ര നാട്ടിലേക്ക് മടങ്ങി.